അപ്പോൾ ഇപ്പോൾ പ്രേം നസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത്. അപ്പം ഈ പ്രേം നസീർ സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും ഒക്കെ വീട്ടിൽ പോയി കരഞ്ഞു എന്നാണ് ഈ ടിനി ടോം പറയുന്നത്. പക്ഷേ അത് വിവാദമാകാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ പറയണമായിരുന്നു, ഞാനിത് കേട്ട കാര്യമാണ് പറഞ്ഞതെന്ന് പറയണമായിരുന്നു. ഇദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോൾ ടിനി ടോം ഇത് കണ്ടിട്ടില്ലല്ലോ. ഇദ്ദേഹം പോയി കരയുന്ന കാര്യമൊന്നും കണ്ടിട്ടില്ല. കാരണം അന്ന് തന്നെ ഈ ടിനി ടോമിന് ചിലപ്പോൾ ഒരു 10-12 വയസ്സ് കാണും. ഈ പ്രേം നസീർ സിനിമയിൽ ആക്റ്റീവ് അല്ലാതാകുന്ന സമയത്ത്. ആക്റ്റീവ് അല്ലാതാകുന്നത് പറയാൻ പറ്റത്തില്ലെങ്കിലും പ്രായമായി ചിലപ്പോൾ കുറച്ച് സിനിമകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. അപ്പം അത് ഇദ്ദേഹം പോയി കരഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് സൂക്ഷിച്ച് പറയണമായിരുന്നു. കാരണം പ്രേം നസീർ അങ്ങനെ ചെയ്യുമെന്ന് മലയാളികൾ പൊതുവെ വിശ്വസിക്കുന്നില്ല. കാരണം പ്രേം നസീർ ഒരു നല്ല മനുഷ്യനാണ്. പിന്നെ ഈ പ്രേം നസീറിൻ്റെ ഒരു നല്ല മനുഷ്യനെന്ന് വെച്ചാൽ ഒരു വളരെ നല്ല മനുഷ്യനാണ്. അതിനകത്തും പ്രേം നസീർ ഒരു എല്ലാം തികഞ്ഞ മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസൂയയും ഒന്നും ഇല്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് അധികം വന്ന് കണ്ടിട്ടില്ല. അദ്ദേഹം ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ചിന്താഘടന അല്ല മാനസികഘടന വെച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബിലീവ്. കാരണം ഇതങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഈ നിഷ്പ്രയാസം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ഹാഡ് ടു ബിലീവ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ് വിശ്വസിക്കാൻ. അപ്പം പ്രേം നസീറിനെ പോലുള്ള ഒരാളിനെ പറ്റി അതൊക്കെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് പറയണമായിരുന്നു. അപ്പം അത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ മതി, പറഞ്ഞു കേട്ട കാര്യം ഞാൻ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം ഇദ്ദേഹം കണ്ടിട്ടുള്ള പോലൊക്കെയാണ് ഇദ്ദേഹം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കുക. അതുകൊണ്ടാണ് ഇതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. പിന്നെ പ്രേം നസീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് അത്ര ഈ ആൾക്കാർ പറയുന്നത് വലിയ സൗന്ദര്യമാണെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ് എനിക്ക് അത്ര വലിയ സൗന്ദര്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു നല്ല മനുഷ്യനാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല മനുഷ്യ ഹൃദയമുള്ള നന്മയുള്ള ഒരു മനുഷ്യനാണ് പ്രേം നസീർ എന്ന് പറയുന്നത്. നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. പ്രേം നസീർ സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ ഏതാണ്ട് ഒരു 40% അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ. അദ്ദേഹം അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യമെന്ന് പറയുന്നതൊന്നും എനിക്ക് സത്യത്തിൽ ഈ പറയുന്ന പോലെ അതായത് സൗന്ദര്യമുണ്ട്, പക്ഷേ സുന്ദരനാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു വലിയ സൗന്ദര്യമൊന്നും സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യ രസതന്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു യാന്ത്രികമായി ജോലി ചെയ്യുന്ന പ്രത്യേക ചോമനത്വമില്ലാത്ത ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര ഹാൻസമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് നല്ല ഹാൻസമാണ്. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം പക്ഷേ അത്ര ഒരു ഓമനത്വം ഒന്നും നമുക്ക് തോന്നത്തില്ല, ക്യൂട്ട്നെസ് ഒന്നും തോന്നത്തില്ല. വളരെ ഒരു യാന്ത്രികമായിട്ട് നിൽക്കുന്ന ഒരു ലുക്ക്, ഒരു മെക്കാനിക്ക് ആയിട്ടുള്ള ഒരു സൗന്ദര്യം, ഒരു യാന്ത്രിക സൗന്ദര്യം പോലെ ഉണ്ട്. അതൊരു ഓർഗാനിക് സൗന്ദര്യമായിട്ട് എത്രയും തലങ്ങളിലോട്ട് വരുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പ്രേം നസീർ എന്ന് പറയുന്നത് ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള സിനിമകൾ ഫ്ലോപ്പാകുമ്പോൾ, താൻ അഭിനയിച്ച സിനിമകൾ ഫ്ലോപ്പാകുമ്പോൾ ആ നിർമ്മാതാവിൻ്റെ കൂടെ റെമ്യൂണറേഷൻ മേടിക്കാതെ, പ്രതിഫലം മേടിക്കാതെ അഭിനയിക്കാൻ റെഡിനെസ് കാണിച്ചിട്ടുള്ള വളരെ നല്ല ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് നമ്മുടെ അതെനിക്ക് ഇപ്പോൾ പറയുന്ന മര്യാദയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ ലാല് ജഗതിയെപ്പറ്റി നടത്തിയ ഒരു പരാമർശമുണ്ട്. സത്യത്തിൽ അത് ലാല് പറഞ്ഞത് കൊണ്ട് നമുക്ക് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ലാല് ജഗതിയെപ്പറ്റി പറയുന്നത് ഇപ്പം അദ്ദേഹം വയ്യാതെ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഇത് സത്യത്തിൽ ഇത് പറയുന്നത് മര്യാദകേടാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് പറയുവാണ്. അതായത് ലാല് പറഞ്ഞത് ഈ ജഗതി പിന്നെ കയ്യിൽ നിന്നിട്ട് പറയുന്ന ഒരു നടനാണെന്ന്. അതായത് ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്തിട്ട് അഭിനയിച്ച് തുടങ്ങുമ്പോൾ ജഗതിക്ക് തോന്നുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടനാണെന്ന് പറയുന്ന ഒരു കമൻറ്റ് ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഈ ലാല് പറയുന്നത്. പക്ഷേ ആ ലാല് പറയുന്നത് സത്യത്തിൽ അതിനകത്തൊരു ന്യായമുണ്ട്.
നമ്മളിപ്പോൾ ഒരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ സീനിന് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പൂർണ്ണതയോടുകൂടി അഭിനയിക്കാൻ ഒരു നടനും പറ്റത്തില്ല. പക്ഷേ ഒരു സിനിമ നന്നാക്കാൻ അല്ലെങ്കിൽ ഒരു സീൻ നന്നാക്കാൻ, കഥാപാത്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നടനും അതിൻ്റെ സിനിമാ പ്രവർത്തകരും ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അപ്പം ജഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു നടനും പൂർണ്ണരല്ല, പെർഫെക്റ്റ് എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഒരു ആശയം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അതിൻ്റെ ഒരു പൊരുൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ അങ്ങ് ആരും പൂർണ്ണരായിട്ടുള്ള നടന്മാരൊന്നുമല്ല. അപ്പോൾ ജഗതി ശരിക്കും പറഞ്ഞ ഒരു സീനിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു സീനിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഇതുപോലെ തന്നെ അവരെന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്താണ് അത് കൺവേ ചെയ്യുന്നത്, ആ ഒരു സീൻ എന്താണ് കൺവേ ചെയ്യുന്നത് എന്നാണത് നോക്കേണ്ടത് ഒരു നടന്. അല്ലാതെ സംവിധായകൻ പറയുന്നത് കേട്ടിട്ട് ഒരു നടൻ കയ്യിൽ നിന്ന് ഇടുകയല്ല ചെയ്യേണ്ടത്. അത് ഒരു നല്ല പ്രവണതയാണെന്ന് ലാല് പറഞ്ഞത് ശരിയത്. അതൊരു നല്ല പ്രവണതയല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് അഭിനയിച്ചാൽ പോരെ. ഇപ്പം സപ്പോസ് ഇപ്പോൾ എന്നോട് ഒരു സംവിധായകൻ പറയുവാണ് അവിടെ പോകുമെന്ന് പറയുന്നു. അപ്പം അത് റിഹേഴ്സലെടുത്ത അല്ലെങ്കിൽ ടേക്കിന് മുമ്പ് അത് ഒന്ന് റിഹേഴ്സലെടുത്ത രീതിയിലായിരിക്കണമല്ലോ പറയേണ്ടത്. അല്ലെങ്കിൽ ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതി വേണമല്ലോ പറയാൻ. ഇപ്പം അവിടെ പോകുമെന്ന് പറയുമ്പം ഞാൻ അവിടെ പോകുന്നതിന് പറയുന്നതിന് പകരം അവിടെ പോകൂ എന്ന് പറഞ്ഞാൽ ഇരിക്കും. അല്ലെങ്കിൽ വളരെ ചിരിച്ചോണ്ട് അവിടെ പോകൂ എന്ന് പറഞ്ഞാൽ ഇരിക്കും. അത് പറയരുത്. അതൊരു സിനിമയ്ക്ക് വേണ്ടതല്ല. അല്ലെങ്കിൽ വളരെ ഡ്രമാറ്റിക്കായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കും. നമ്മളിൽ ചില നാടക സമിതിയിലൊക്കെ അഭിനയിക്കുന്നവർ പറയുന്ന പോലെ, പറഞ്ഞു കേൾക്കുന്ന പോലെ അവിടെ പോകൂ എന്ന് പറഞ്ഞാൽ ഇരിക്കും അല്ലേ. അത് ആ സീനിന് പറയുന്ന രീതി, സംവിധായകൻ നിഷ്കർഷിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള നടന്മാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നടൻ പറയേണ്ടത്. കാരണം അത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് എത്ര ജീവധർമ്മപരമായിട്ട് അഭിനയിക്കുന്നത് അതെന്ന് പറയുന്നത് ഇതിൽ നിന്നുകൊണ്ട് വേണം അഭിനയിക്കാൻ. മനസ്സിലായോ? ആ പ്ലാനിങ് അനുസരിച്ച് വേണം അഭിനയിക്കാൻ. അപ്പം എന്നാൽ പ്ലാൻ ആണെന്ന് തോന്നുകയും ചെയ്യരുത്. ഈ പഴയ 90കളിലുള്ള സിനിമകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം അതാ. പ്ലാൻഡ് ജോക്സ്, പ്ലാൻഡ് സീൻസ്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പ്ലാൻഡ് ആക്ടിങ്, ഇതെല്ലാം നമുക്ക് 2000-ലെല്ലാം ഉണ്ട് ആ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. കാരണം അഭിനയിക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു പ്ലാൻ ചെയ്ത് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുന്നത്. തമാശ പറയുന്നത്, അത് പല തമാശകളുണ്ട്. അതെല്ലാം ഒരു പ്ലാൻ ചെയ്ത് ഇതുപോലെയാണ്. വളരെ ഒരു നാച്ചുറലായിട്ട്, വളരെ ഒരു നോട്ട് ബിഫോർ ക്യാമറ എന്ന് പറയുന്ന ഒരു രീതി ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവർത്തിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ഒരു നടൻ അഭിനയിക്കുമ്പോൾ അത് ഇപ്പം ലാല് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ലാല് പറയുന്നത് കറക്റ്റ് കാര്യമാണ്, പോയിൻ്റാണ് പറയുന്നത്. വളരെ ഒരു ലൈഫുള്ള പോയിൻ്റ് തന്നെയാണ് ലാല് പറയുന്നത്. ഒരിക്കലും നമ്മളൊരു സീൻ പ്ലാൻ ചെയ്തതിന് ശേഷം അതിന് എഗെയിൻസ്റ്റായിട്ട് ഒരു നടൻ അഭിനയിക്കരുത്. നടൻ്റെ പോരായ്മകളൊക്കെ, പക്ഷേ അത് വളരെ കോൺട്രാഡിക്ടറി ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു അതിനോട് മികവ് പുലർത്താൻ ശ്രമിക്കണം. മനസ്സിലായി? അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ഒരാൾ പറയുന്നത്, അയാൾ ലാല് 300 സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ജഗതി 2000 സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടാക്കി എന്ന് കരുതി അതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു നടനാണെന്ന് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കഥാപാത്രത്തെ പൂർണ്ണതയോടുകൂടി അഭിനയിക്കാൻ പറ്റുന്നുണ്ടോ, ഇനി അതിന് കഴിയത്തില്ലെങ്കിൽ മികച്ച രീതിയിലെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ തോന്നുന്ന രീതി കാണിച്ചിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഞാൻ ഓർഗാനിക്കായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈസി ഗോയിങ് ആയിട്ട് അഭിനയിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ നാച്ചുറലായിട്ട് അഭിനയിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ കാഷ്വലായിട്ട് അഭിനയിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള നടനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഒബ്സർവ് ചെയ്യുന്ന നടനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ശ്രമിക്കുന്ന നടനാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പോരെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.